നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. IPL ഇന്ന് പന്തിൻ്റെ ടീം DC നേരിടുകയാണ്. അത് പ്രത്യേകം നമ്മൾ എടുത്തു പറയുകയാണ്. കാരണം DC നിന്ന് പോയ പന്ത് IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകക്കാണ് LSGയിലേക്ക് എത്തിയിരിക്കുന്നത്. 27 കോടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് LSG അദ്ദേഹത്തിൽ നിന്ന് വലിയ പ്രകടനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ തവണ LSGയെ നയിച്ചിരുന്ന KL രാഹുൽ ഇപ്പോൾ DCയിലാണ്. അദ്ദേഹം ഇന്ന് കളിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 7:30 നടക്കുന്ന മത്സരം ഔദ്യോഗികമായി DCയുടെ ഹോം മത്സരമാണ്. പക്ഷേ കളി നടക്കുന്നത് വിശാഖപട്ടണത്താണെന്ന് മാത്രം. സോ പ്രാക്ടിക്കലി രണ്ടുപേർക്കും ഹോം ഗ്രൗണ്ട് അല്ല, അങ്ങനെ ആർക്കും പ്രത്യേകിച്ച് ഹോം അഡ്വാൻറ്റേജ് ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇന്ന് കളി നടക്കുന്നത്. ആര് വിജയിക്കും എന്നുള്ളത് ആരാധകരെ കാത്തിരിക്കുന്നു. ടീം ന്യൂസിലേക്ക് നമ്മൾ പോവുകയാണ്. രാഹുൽ ഇന്നലെ വിശാഖപട്ടണത്തെത്തി ടീമിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്നത്തെ മത്സരത്തിന് അവൈലബിൾ ആകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. പേഴ്സണൽ റീസൺ കാരണം കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. അപ്പം അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കരുൺ നായരെ കളിപ്പിക്കും DC എന്ന് വേണം കരുതാൻ. ഡൊമസ്റ്റിക് സീസണിൽ മികച്ച പ്രകടനമാണ് കരുൺ നായർ നടത്തിയിട്ടുള്ളത്. അത് അദ്ദേഹം IPLലേക്ക് കൂടി കൊണ്ടുവരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ജെയ്ക്ക് ഫ്രേസർ മഖാർക്ക് കഴിഞ്ഞ സീസണിൽ പൊളിച്ചടുക്കിയ ബാറ്റർ. അദ്ദേഹം ഈ സീസണിലും മികച്ച പ്രകടനം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ഫാഫ് ഡു പ്ലസി ഓപ്പൺ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഡൽഹിയുടെ ഒരു പ്രോബിൾ 11 അല്ല, ഇപ്പോൾ 12 വരണമല്ലോ, 12 നോക്കുകയാണ്. ജെയ്ക്ക് ഫ്രേസർ മഖാർക്കും ഫാഫ് ഡു പ്ലസിയും ചേർന്ന് ഓപ്പൺ ചെയ്യും. അഭിഷേക് പോറൽ നമ്പർ 3 വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. KL രാഹുൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹമായിരിക്കും നമ്പർ 4. അല്ലാത്ത പക്ഷം കരുൺ നായർ വരും. ദെൻ നമ്പർ 5 ട്രിസ്റ്റൻ സ്റ്റബ്സ്, നമ്പർ 6 അക്സർ പട്ടേൽ, നമ്പർ 7 അശുതോഷ് ശർമ്മ, നമ്പർ 8 സമീർ റിസ്വിയോ മോഹിത് ശർമ്മയോ. അത് കളിയുടെ സ്വഭാവം അനുസരിച്ചാണ്. ഒരു അഡീഷണൽ ബാറ്റർ വേണമെങ്കിൽ സമീർ റിസ്വി കളിക്കും. ദെൻ നമ്പർ 9 കുൽദീപ് യാദവ്, നമ്പർ 10 മിച്ചൽ സ്റ്റാർക്ക്, നമ്പർ 11 T നടരാജൻ, മുകേഷ് കുമാർ ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു. LSGയുടെ കാര്യത്തിൽ അവർക്ക് പേസ് ബൗളേഴ്സിൻ്റെ പരിക്ക് വലിയ രൂപത്തിൽ തിരിച്ചടിയായിട്ടുണ്ട്. മായങ്ക് യാദവും ആവേശ് ഖാനും ആകാശ് ദീപുമൊക്കെ പരിക്കിൻ്റെ പിടിയിലാണ്. മോസിൻ ഖാൻ പരിക്കേറ്റ് ടീമിൽ നിന്ന് പുറത്തേ ആയിട്ടുണ്ട്. ഷാർദുൽ താക്കൂർ റീപ്ലേസ്മെൻ്റ് ആയിട്ട് സ്ക്വാഡിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ഇഞ്ചുറിയുടെ പിടിയിലാണ് എന്നുള്ളത് അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ വല്ലാതെ ശക്തി ചോർത്തി കളഞ്ഞിട്ടുണ്ട്. എങ്കിലും മികച്ച ബാറ്റിംഗ് നിരയുണ്ട്. മിച്ചൽ മാർഷും ഋഷഭ് പന്തും നിക്കോളാസ് പൂറനും ഡേവിഡ് മില്ലറും ഒക്കെ ചേരുമ്പോൾ മികച്ച സ്കോർ ഉയർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് LSG ഉള്ളത്. പക്ഷേ ബൗളിംഗ് അവർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഒരു പക്ഷേ ലക്നൗ അവരുടെ നാട്ടിലെ കളികൾ വരുന്ന ഘട്ടത്തിൽ, ഇതിപ്പോൾ വിശാഖപട്ടണത്താണ്, അവരുടെ നാട്ടിലെ കളി വരുന്ന ഘട്ടത്തിൽ വളരെ സ്ലോ ആയിട്ടുള്ള പിച്ച് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പേസ് ബൗളേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് ഒഴിവാക്കാനെന്നാണ്. എന്തായാലും നോക്കാം നമുക്ക്. ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഈ കളിയിൽ ഒരു പ്രോബിൾ 12 യുവരാജ് ചൗധരിയും മിച്ചൽ മാർഷും ചേർന്ന് ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ ഋഷഭ് പന്ത് നമ്പർ 3 വരും. നിക്കോളാസ് പൂറൻ നമ്പർ 4, നമ്പർ 5 ആയുഷ് ബദോനി, നമ്പർ 6 ഡേവിഡ് മില്ലർ, നമ്പർ 7 അബ്ദുൽ സമദ്, നമ്പർ 8 ഷഹബാസ് അഹമ്മദ്. ദെൻ രാജ്യവർദ്ധൻ ഹങ്കർഗേക്കറും രവി ബിഷ്ണോയും ഷാമർ ജോസഫും ബൗൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. പ്രിൻസ് യാദവ് ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് എത്തിയേക്കും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു 11. എന്തായാലും മികച്ചൊരു പോരാട്ടം നടക്കുമെന്ന പ്രതീക്ഷയോടെ ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.